Hello to all dear teachers. Moodle പ്ലാറ്റ്ഫോമിൽ അറ്റൻഡൻസ് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ആദ്യം അറ്റൻഡൻസ് എന്ന് പറയുന്ന എൻറ്റിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എഡിറ്റ് മോഡിൽ ആഡ് ആക്ടിവിറ്റി റിസോഴ്സ് എന്ന് പറയുന്ന ടാബിൻ്റെ അകത്ത് അറ്റൻഡൻസ് എന്ന് പറയുന്ന എൻറ്റിറ്റി ചൂസ് ചെയ്യാം. അത് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ആ എൻറ്റിറ്റിയിൽ വരുന്ന സെറ്റിങ്സ് ഡിഫോൾട്ട് സെറ്റിങ്സ് വെച്ച് തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്മൾ സെഷൻ ഹാൻഡിൽ ചെയ്യണം, സെഷൻസ് ആഡ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എഡിറ്റ് മോഡ് ടേൺ ഓഫ് ചെയ്ത് നോർമൽ മോഡിലേക്ക് വരുവാണ്. നോർമൽ മോഡിൽ അറ്റൻഡൻസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ കാണാം. ഈ വിൻഡോൻ്റെ അകത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സെഷൻസ്, ആഡ് സെഷൻ, റിപ്പോർട്ട്, എക്സ്പോർട്ട്, സ്റ്റേറ്റസ് സെറ്റ്, ടെമ്പററി യൂസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സെഷൻ ആഡ് ചെയ്യാണ്. ആഡ് സെഷൻ്റെ അകത്ത് ഓൾ സ്റ്റുഡൻസിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് സ്റ്റാർട്ട് ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഏത് ദിവസത്തെയാണ്. ഇനി അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, ആ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ടൈം ടേബിൾ ഷെഡ്യൂൾ റിപ്പീറ്റ് ആണ് ചെയ്യുന്നത്. അപ്പം ആ റിപ്പീറ്റ് ഷെഡ്യൂൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മൾട്ടിപ്പിൾ സെഷൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് റിപ്പീറ്റ് ദ സെഷൻസ് അബവ് ആസ് ഫോളോസ്. മൺഡേസ്, എവറി മൺഡേ ഐ എം ഗോയിങ് ടു ഫോളോ ദ സെയിം ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റ് അൺടിൽ എന്ന് വരെയാണ് എനിക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇസ് ഓട്ടോമാറ്റിക് മാർക്കിംഗ്. ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റുഡൻസ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. അത് യെസ് സെറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം മൺഡേ 1 ജാൻ മുതൽ എവറി മൺഡേ വരുന്ന ടൈം ടേബിൾ എനിക്കിവിടെ, അല്ലെങ്കിൽ സെഷൻ എനിക്കിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ഈ റൈറ്റിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റിമാർക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. നെക്സ്റ്റ് എനിക്ക് ചെയ്യാനുള്ളത്, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ടാണ്. റിപ്പോർട്ടിനകത്ത് എനിക്ക് മാർക്ക് ചെയ്ത അറ്റൻഡൻസിൻ്റെ റിപ്പോർട്ടും അതേമാതിരി എക്സ്പോർട്ടിൻ്റെ അകത്ത് എനിക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അറ്റൻഡൻസ് എക്സൽ ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാകും. ഇങ്ങനെയാണ് നമുക്ക് മൂഡിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത്. താങ്ക് യു ഫോർ ലിസണിങ്.